എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാരും ഒന്നും എനിക്ക് അറിയില്ല. അമ്മ പറഞ്ഞ കുറച്ച് പേരെങ്കിൽ നന്നായിട്ട് അറിയാം. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ജീവിതയാത്രയിൽ വിജയങ്ങൾ എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. കേക്കാവോ ഞാൻ പറയണേ? സിന്ധു ടീച്ചറിന് കേക്കാവോ? എന്റെ പേര് അശ്വതി. ഞാൻ എടത്തല പഞ്ചായത്തിലെ ഗീതാ സുരേഷിന്റെ മോളാണ്. ഈ ബയോട്രിയം എന്ന് പറയുന്ന മാജിക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്റെ അമ്മ വഴിയാണ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന മുമ്പ് എന്റെ അമ്മ ഈ ജോലി കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഡൗൺ ആയിരുന്നു. ഷുഗർ പേഷ്യന്റ് ആണ്. അപ്പൊ എപ്പോഴും കാലുവേദനയാണ്, അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ കളമശ്ശേരി യൂണിസിക്ക വഴിയാണ് എന്റെ അമ്മ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടാനുള്ള കാരണം. അങ്ങനെ പരിചയപ്പെട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം നമുക്കൊന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ അമ്മ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുകയും 1 മാസം 2 മാസം കഴിയുന്തോറും പോകെ ഈ പ്രൊഡക്റ്റിലെ മാറ്റം അമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഞാൻ ജോലിക്ക് വന്ന വ്യക്തിയാണ്. അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആള് കുറച്ച് സ്മാർട്ടായി തുടങ്ങി. അല്ലെങ്കിൽ നേരത്തെ എപ്പോഴും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്റെ അമ്മ എന്നെ കാല് തിരുമ്മിപ്പിക്കും. കാരണം അത്രയും വേദനയാണ് ആശാട്ടിക്ക്. പക്ഷെ ഇപ്പോ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല. പിന്നെ 2ആയി 3ആയി 4ആയി ആള് ഭയങ്കര സ്മാർട്ടായി തുടങ്ങി. നല്ല മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് എല്ലാവരും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്. എന്റെ അച്ഛനും ഭയങ്കര പ്രശ്നമായിരുന്നു കാലിനും ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട്. പക്ഷെ എന്റെ അച്ഛന് പോകെ അമ്മയുടെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കും അച്ഛനും അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഈ ഒരു മാജിക് പ്രൊഡക്റ്റ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ കാരണം കളമശ്ശേരി യൂണിസിക്കയാണ്. അതിന് യൂണിസിക്കനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അത്ര സ്മാർട്ടായിട്ടാണ് എൻ്റെ അമ്മ ഇപ്പൊ ഇതില് പ്രവർത്തിക്കുന്നതും മറ്റുള്ള ആൾക്കാർക്ക് ഇത് എത്തിക്കാൻ പുള്ളിക്കാരി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഈ ഗെയിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു മാജിക് പ്രൊഡക്റ്റായ ഈ ബയോട്രിയത്തില് പുള്ളിക്കാരി പ്രവർത്തിക്കുന്നത്. അത് അമ്മക്ക് അത്രയും റിസൾട്ട് വന്നതുകൊണ്ടാണ് അത്രയും കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയാ, എൻ്റെ അമ്മ ഇത്രയും നല്ല സ്മാർട്ടായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അമ്മേനോട് നമുക്ക് നല്ലൊരു പ്രൗഡാണ്. പിന്നെ എപ്പോഴും പുറകിടന്ന് ആ വെള്ളം കുടിക്ക്, ഇത് ചെയ്, അത് ചെയ്, ആ കയ്യിൽ കെട്ട്, ഇങ്ങനെയൊക്കെ പറയണ കാണുമ്പോൾ നമ്മുടെ അമ്മ അത്രയും ഡൗൺ ആയിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇത്രയും ഒരു എന്താ പറയാ സ്മാർട്ട്നെസ് ആയിട്ട് നടക്കണ കാണുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനോട് വല്ലാത്തൊരു അത്ഭുതവും സ്നേഹവും ഒക്കെ തോന്നാണ്. പിന്നെ ആഴ്ചയിൽ 6 ദിവസം എൻ്റെ അമ്മ പണിക്ക് പോകുന്നുണ്ട്. സൺഡേ മാത്രമാണ് കുറച്ചു നേരം വിശ്രമിക്കുന്നത്. പക്ഷെ ആ സൺഡേ പോലും അലാറം ഓൺ ചെയ്ത് വെച്ച് എഴുന്നേറ്റ് സൂമിലും ചേർന്ന് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അതായത് എൻ്റെ അമ്മേനെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് എപ്പോഴും കാലുവേദന, കൈവേദന, ആ പ്രശ്നം ഈ പ്രശ്നം. പക്ഷെ എൻ്റെ അമ്മക്ക് ഭയങ്കര സ്മാർട്ടാണ് ഈ ഒരു കാര്യത്തില്. ഇതിൽ പ്രവർത്തിക്കാനും ഈ വെള്ളം അല്ലാതെ എൻ്റെ അമ്മ കുടിക്കണം ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുപിള്ളാരെ കൊണ്ടുനടക്കണ പോലെ ഈ കുപ്പി എവിടെ പോയാലും, അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഈ ഒരു കടയിൽ പോയാലും ഈ കുപ്പിയും ചുമന്നുകൊണ്ട് അമ്മ നടക്കും. ചില സമയത്ത് നമുക്ക് തോന്നും അമ്മ നമുക്ക് വേറെ വെള്ളം കുടിക്കാം. ഇല്ല, എനിക്ക് ഈ ബേട്ട് വെള്ളം കുടിക്കണം. കാരണം അമ്മ അത്രയും ആഴത്തിലേക്ക് ഇതിനെക്കുറിച്ച് എന്താ വല്ലാണ്ട് അങ്ങോട്ട് ഭയങ്കര സ്നേഹിക്കുന്നുണ്ട് അമ്മ. കാരണം അത്രയും വിശ്വാസമായിട്ടാണ്. കാരണം അത്രയും മാറ്റം എൻ്റെ അമ്മയിൽ ഉണ്ടായി ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അമ്മ കുടുംബശ്രീ പോകുമ്പോഴാണെങ്കിലും SNDP പോകുമ്പോഴാണെങ്കിലും എല്ലാവർക്കും അമ്മയുടെ മാറ്റം മനസ്സിലായി. കാരണം നേരത്തെ ആള് ഭയങ്കര മുഖമൊക്കെ വല്ലാത്തൊരു ഇരുൾച്ചയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ആള് ഭയങ്കര ആക്റ്റീവായി. ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോകും. അതിനൊക്കെ കാരണം ഈ മാജിക് ഈ ബയോട്രിയമാണ്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കളമശ്ശേരി യൂണിസിക്കയാണ്. കാരണം യൂണിസിക്ക അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ അമ്മക്ക് ഇതിലേക്ക് വരാൻ പറ്റിയതും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റിയതും ഇതിൽ പ്രവർത്തിക്കാൻ പറ്റിയതും.
അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം മാത്രം. അപ്പൊ ഞാൻ കുറെ ഒന്നും പറയണില്ല. അടുത്തായി നമ്മുടെ പ്രിയപ്പെട്ട സിന്ധു ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാം. കുറച്ചു പേർക്കൊക്കെ അറിയാത്ത പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ പേര് സിന്ധു എന്നാണ്. ഞാൻ അംഗൻവാടിയില് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ഇതിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 9 മാസം ആയിട്ടുള്ളൂ. പക്ഷേ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം എന്റെ ഫാമിലിയെക്കാൾ കൂടുതൽ ഇപ്പൊ ഒരു അറ്റാച്ച്മെന്റ് ഈ ബയോട്ടോറിയം ഫാമിലിയിലെ അംഗങ്ങളോടാണ്. കാരണം ദിവസവും കാണണയാണല്ലോ, ഫാമിലിയിലുള്ള സഹോദരങ്ങളെ കൂടിയിട്ട് ദിവസവും കാണണില്ലേ അവരെ. പക്ഷെ ഈ ബയോട്ടോറിയത്തിലെ ആൾക്കാരെ ഞാൻ രാവിലെ കണ്ണു തുറന്നു നോക്കുന്നത് എല്ലാവരും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോ നമ്മൾ അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി, സലീമൊക്കെ പറഞ്ഞ പോലെ വർഷങ്ങളോളം ഇതുപോലെ എല്ലാവരുമായിട്ട് എന്നും കണ്ടും സംസാരിച്ചും നമ്മൾ പോകാൻ ഈശ്വര അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഇതിനുള്ള ഒരു സാഹചര്യം നമുക്ക് തന്ന സാഗർ ജോഷി സാറിനോടാണ് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത്. കാരണം നമ്മളെ പോലെ പല സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഈ ഫാമിലിയിലേക്ക് വന്നതും. നമ്മളൊന്നും ഒരു കാലത്ത് ഇങ്ങനെ ഒന്ന് കൂടിച്ചേരും, ഒന്ന് കണ്ടുമുട്ടും, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും. ഈ ഒരു ഇതിലേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അറിയും. ഓരോ സ്ഥലത്ത് വെച്ച് കാണുമ്പോഴാണെങ്കിലും നമ്മള് ഞാൻ അറിയുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ അറിയുന്ന അതാണ് എന്ന്. അതുപോലെ ഈ ഡെയിലി വരുന്ന മീറ്റിംഗ് കണ്ടതുകൊണ്ടായിരിക്കും എല്ലാവരുടെയും മുഖവും ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. എല്ലാവരും നമ്മുടെ ഗീത സുരേഷ് മാഡം ആണെങ്കിലും രുദ്രാണി ടീച്ചർ, എല്ലാവരും. കാരണം ചാക്കോ സാർ, ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാ, ഞങ്ങളുടെ ഫാമിലിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ട്. ഈ ഒരു സൂം മീറ്റിംഗ്, രാവിലെ വരുന്ന ഈ ഒരു സൂം മീറ്റിംഗ്, ഇത് മനോജ് സാറിന്റെ ഐഡിയ ആയിരിക്കാം. ആരാണെങ്കിലും ഇതൊരു നല്ല ഒരു എന്താണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണ സമയത്ത് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. വയോജനങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാന്ന്. അങ്ങനെ ചെയ്തപ്പോ ഞാൻ ഞങ്ങളുടെ ഏരിയ കുറെ ഉമ്മച്ചിമാരൊക്കെയാണ് കേട്ടോ. ആ ഉമ്മച്ചിമാരെയും ആണുങ്ങൾ അധികവും വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11 മണി സമയത്തൊക്കെയാണ് അറ്റൻഡ് ചെയ്തത്. ഞങ്ങള് സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. കുറെ ഉമ്മച്ചിമാര് പിന്നെ കുറെ ആൾക്കാരെ ഒന്നിച്ചു കൂട്ടി ഞാൻ ഇതുപോലെ ഒരു സൂം മീറ്റിംഗ് ഒന്ന് കണ്ടക്ട് ചെയ്തപ്പോ അവരുടെ സന്തോഷം ഒന്ന് കാണണം. കാരണം കൊറോണ എന്ന് പറഞ്ഞപ്പോ ഈ വയസ്സായ ആൾക്കാർക്ക് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലല്ലോ. 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാര് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു അന്നേരം. അപ്പൊ ഇവര് ആ സൂം മീറ്റിംഗ് കണ്ടപ്പോ അത് തന്നെയല്ല, ആ ഒരു ടൈമിലാണ് ഈ സൂം മീറ്റിംഗ് ആരംഭിക്കുന്നത് തന്നെ. നമ്മളൊക്കെ അന്നേരമാണ് ഈ സൂം എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പോ ഇങ്ങനെ ഫോണിൽ കാണാൻ പറ്റൂ, ഇങ്ങനെ ഫോണിൽ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നും അതിന്റെ സ്ക്രീൻഷോട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഭയങ്കര ഹാപ്പി അവര്. ആ ഒരു ഇതിന്ന് നമുക്ക് കിട്ടിയ ഒരു കൊറോണ നമുക്ക് തന്ന ഒരു ഇതാണ് സൂം മീറ്റിംഗ്. അതുപോലെ തന്നെ കൊറോണയിൽ നിന്ന് നമുക്ക് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റും. ശരിക്കും കൊറോണക്ക് വന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് അധികം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞപ്പോ വന്ന നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വീടുകളിലേക്കും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നതാണ് പനി ജലദോഷം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എല്ലാവർക്കും ശ്വാസം മുട്ട. ആ പനി കഴിഞ്ഞ് വരുന്ന ആ ശ്വാസം മുട്ട് കുറേ ദിവസം ശ്വാസം മുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർക്ക് കൂടി ഇപ്പോ വരുന്ന ശ്വാസം മുട്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾക്കൊരു മോചനമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ
ആദ്യമായിട്ട് നമ്മുടെ എന്നെ ഈ ഫാമിലിക്ക് കൂട്ടി കൊണ്ടുവന്നത് നമ്മുടെ യൂനുസാറാണ്. ഇത് ചേച്ചി മോള് പറഞ്ഞ പോലെ ശ്രുതി പറഞ്ഞ പോലെ എന്നെയും ഇതിലേക്ക് കൊണ്ടുവന്നത് യൂനുസാറാണ്. യൂനുസാറാണെങ്കിൽ കൂടിയും നമ്മൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നമ്മുടെ ലീഡർമാരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളൊരു ഞാൻ ചെയ്യുന്ന ജോലി അംഗൻവാടി ജോലി, ഞങ്ങൾക്കൊരു സൂപ്പർവൈസർ ഉണ്ട്. ആ സൂപ്പർവൈസർ മാത്രമേ നമ്മളോട് ഒരു അറ്റാച്ച്മെന്റിൽ നിൽക്കുള്ളൂ, നമ്മൾക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരാനുണ്ടാവുള്ളൂ, നമ്മളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആ ഒരു സൂപ്പർവൈസറേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഈ ബയോട്ടോറിയം ഫാമിലിയിൽ വന്നിട്ട് നമ്മൾക്ക് എന്ത് കാര്യത്തിനും ഇപ്പൊ എന്തോരു അത്യാവശ്യം വന്നാലും അല്ലെങ്കിൽ ഒരു വർക്കിന്റെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മളെ സഹായിക്കാൻ ഒരുപാട് ലീഡർമാരുണ്ട്. ഡാൻസ് സാറാണെങ്കിലും അഭിലാഷ് സാറ്, സുധിച്ചേട്ടൻ, സരിത മാഡം, എല്ലാവരും കുറെ പേരൊക്കെ ആകേഷ് സാറിനെയൊക്കെ ഇപ്പൊ കാണാറില്ല എന്ന് തോന്നുന്നു. ജയ്മോൻ സാറിനെയൊക്കെ നമ്മള് എന്നോ ഒരു കാലത്ത് ഇതുപോലെ സൂമിൽ കണ്ട് പരിചയപ്പെട്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ വരുന്ന ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഒരു സഹോദരൻ, ആ ഒരു ബന്ധം നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരു ഫാമിലിയിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ ഇവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ലീഡേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാവരും എല്ലാവരെയും നമ്മൾ ഗീത ചേച്ചി, ഗീത മാഡം, നമ്മുടെ ഗീത പ്രകാശ് മാഡം ഒക്കെ ഈ സൂമിൽ കണ്ട് അല്ലേ നമ്മൾ അറിയുന്നത്. പക്ഷെ നമ്മള് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ NDOP ഒക്കെ കണ്ടപ്പോൾ നമ്മള് ഒരു ചേച്ചി പോലെ കൂടെ നിൽക്കുന്നു. അതാണ് അങ്ങനെ ഒരു സന്തോഷമാണ് നമ്മുടെ ഈ ഇതിലേക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ആൾക്കാര് നമ്മൾ ആ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച റിസൾട്ട് അധികം ആൾക്കാർക്കും അറിയായിരിക്കും. എന്റെ കണ്ണിൽ നിന്നുള്ള വെള്ളം വരലും, ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അതിപ്പോ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഫോൺ യൂസ് ചെയ്യുമ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഫോൺ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണവർക്ക് അറിയാം. അവരെല്ലാവരും കണ്ണട വെച്ചിരിക്കുന്ന ആൾക്കാരാ. കണ്ണട വെക്കണം, അല്ലാതെ അവർക്ക് പറ്റില്ല. കുറച്ചു നേരം നമ്മൾ ഈ ഇതിലേക്ക് നോക്കിയിരിക്കുമ്പോ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. പക്ഷെ ആ ഒരു പ്രശ്നം എവിടെ പോയി എന്ന് നമുക്കറിയില്ല. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മളിപ്പോ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഫോണിൽ നോക്കിയിരിക്കാം, ലാപ്ടോപ്പിൽ നോക്കിയിരിക്കാം, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു ഇതിലേക്ക് വന്ന്, അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ഞങ്ങള് ലേഡീസ് എന്ത് വേദന വന്നാലും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കണവർക്ക് ഒട്ടും രക്ഷയില്ലാതെ വരുമ്പോ മരുന്ന് കഴിക്കാം. മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ എത്ര വേദനയാണെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പൊ അങ്ങനെയായിരുന്നു ഞാനും എന്റെ കൂടെയുള്ളവരും. ഇതിലിരിക്കുന്ന ഒരുപാട് പേരും നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലേ നടക്കുള്ളൂ എന്നുള്ള കാര്യം. സലീമിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ കേട്ടുട്ടാ. അല്ല, അങ്ങനെയുള്ള ഫാമിലീസ് ഉണ്ട്. പക്ഷെ നമ്മൾക്കും ഒട്ടും വയ്യാതെ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ചെയ്യും. പക്ഷെ അതല്ല, അപ്പൊ നമ്മൾക്ക് അങ്ങനെ അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കിടക്കാനുള്ള ഒരു തോന്നൽ വരണ്ടേ. നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് തന്നെയല്ല, എന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ കിടക്കണേന്ന് ചോദിക്കും ചിലപ്പോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ് അധികം. എല്ലാ സ്ത്രീകൾക്കും അതെ, ഒരു 10, 30, 35 വയസ്സ് കഴിഞ്ഞവര് എല്ലാവരും അതെ, നടുവേദന, ഒരു 2 ഡെലിവറി കഴിഞ്ഞ് വരുമ്പോ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് അത്. നടുവേദന, തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും. കാരണം അവര് ജോലി ചെയ്ത് ഇപ്പൊ എന്റെയൊക്കെ ഇതിൽ തന്നെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് തീർത്താ തീരാത്ത ജോലികളാ. അതിൽ നിന്ന് ആണ് നമ്മൾ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ ജോലികള്, അതിന്റെ ഇടയില് പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ ഞങ്ങള്.
അടുക്കളയിൽ തന്നെയാണെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴും അതിന്റെ ഇടയിൽ ഫോൺ വന്നതെടുക്കും, ഒരു കറി ഉണ്ടാക്കണതിന്റെ കൂട്ടത്തിൽ ചോറ് വെക്കും, അതിന്റെ കൂടെ വേറൊരു പണി ചെയ്യും, അതിന്റെ കൂടെ മക്കളുടെ കാര്യങ്ങൾ നോക്കും, എല്ലാം കൂടെയാണ് ഞങ്ങളുടെ തലയിൽ കിടന്നോടുന്നത്. അപ്പൊ എങ്ങനെയായാലും തലവേദന എടുക്കാതെ രക്ഷയില്ല. പിന്നെ പൈസയുടെ പ്രശ്നങ്ങൾ വന്നാൽ അതും ഞങ്ങള് തന്നെ നമ്മളെ തന്നെ അല്ലെങ്കിൽ കൂടി നമ്മളും കൂടി അറിഞ്ഞായിരിക്കും അതില്, അപ്പൊ അതിലും നമ്മളായിരിക്കും അധികം ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ അങ്ങനെ തലവേദനയൊക്കെ കുറയാത്ത ആൾക്കാരാണ് ഞങ്ങള്. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്ത്രീകളാണ് ഏറ്റവും ബോൾഡായിട്ട് നിൽക്കുന്നവര്. ബോൾഡായിട്ട് നിൽക്കുന്നവരെന്ന് തന്നെയല്ല, ഞങ്ങൾക്ക് എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി കൂടുതല്. എന്ത് വന്നാലും നമ്മൾ അതിനുള്ള കാരണം വേറൊന്നുമല്ല. ഇന്നത്തെ പഴയ തലമുറയിൽ നിന്നും കുറച്ചും കൂടെ ഞങ്ങളുടെ കുറച്ചും കൂടെ ഏജുള്ള ആൾക്കാര് എല്ലാവരും വിദ്യാഭ്യാസമുണ്ട്. അവര് നമ്മുടെ പണ്ടത്തെ തലമുറയിലെ സ്ത്രീകളെ പഠിപ്പിക്കാത്തവരെ പോലെയല്ല, വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ ആ വിദ്യാഭ്യാസത്തിൽ നിന്നും അവര് ജോലിക്കൊന്നും പോകില്ല. ഇവരുടെ കയ്യിൽ വരുമാനമൊന്നുമില്ല. ഇവരെല്ലാവരും വീട്ടിലിരുന്നിട്ട് വീട്ടിലെ ജോലികൾ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോ ഈ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ജോലിക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അവര് ജോലിക്ക് പോകുന്നുണ്ട്. ആ വരുമാനം നമ്മുടെ കയ്യിൽ വരുന്ന ഒരു വരുമാനവും നമ്മൾക്കൊരു കോൺഫിഡന്റ് ജീവിക്കാനുള്ള, നമ്മൾക്ക് എന്ത് വന്നാലും നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളുടെ കാര്യത്തിന് ഒരാളോട് കൈ നീട്ടണ്ട, അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഇപ്പൊ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും നല്ല ഒരു എന്തൊരു പ്രശ്നം നമ്മുടെ വീട്ടിലുണ്ടായാലും അതിനെ നേരിടാൻ കഴിയും എന്നൊരു ധൈര്യം ഞങ്ങൾ സ്ത്രീകൾക്കുണ്ട്. ഇപ്പോ തന്നെ ഈ ബിസിനസ്സിലും ഏറ്റവും അധികം മികച്ചു പോകുന്നവര് ഞങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് എന്റെ വിശ്വാസം കേട്ടോ. കാരണം ഞങ്ങളുടെ യൂനിസാറിന്റെ ഗ്രൂപ്പിലും ഞങ്ങൾ ലേഡീസ് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും നല്ലൊരു മൈൻഡോട് കൂടി ഒത്തൊരുമിച്ച് പോകുന്നു. അതിൽ തന്നെയും നമ്മൾക്ക് ഇന്ന് വർക്കാൻ ഞങ്ങൾ കുറെയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ നോക്കും. ഇന്നൊരു ദിവസം ഇന്നാള് പോകാം, ഇന്ന ദിവസം ഇന്നാള്, അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർ വരെയുണ്ട്. വർക്കിന് പോകുന്ന കാര്യം തന്നെ. കാരണം എല്ലാവർക്കും പോണേ, എന്നും പോണം. വരുമാനം ഉണ്ടാക്കണം എന്നൊരു തീരുമാനത്തോടു കൂടി നടക്കുന്നവരാണ് ഞങ്ങൾ. അതിന് നമ്മളെ അങ്ങനെ ഒരു മൈൻഡിലേക്ക് നമ്മളെ എത്തിച്ചത് തന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഗുണമാണ്. ഈ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്. നമ്മളൊന്നും ഞാനൊന്നും ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇതിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു റിസൾട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട്. ഇന്നലെ കൂടി ഞങ്ങൾ ഫസ്റ്റ് ടൈമില് പ്രൊഡക്റ്റ് കൊടുത്ത ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടില്, കുട്ടി 10ാം ക്ലാസ് എഴുതി 8 A+ കൂടി ജയിച്ചു. ഡിസേബിൾഡാ, ഫുൾ വീൽ ചെയറിലാ മോൻ. അത് റിസൾട്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായി. നമ്മൾ ആദ്യം ചെല്ലുമ്പോ ഉള്ള മനോഭാവം, ഫസ്റ്റ് ടൈമില് നമ്മൾ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ ചെന്നപ്പോ, ഞാനത് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് അവര് സ്കോളർഷിപ്പിന് തന്നിട്ടുള്ള പരിചയമാണ്. ആ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിക്ക് സ്കോളർഷിപ്പിന് കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഫോം കൊണ്ടുവന്ന് തരുന്ന ഒരു പരിചയമാണ് അവരുമായിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്. നല്ല ഹൈ ലെവൽ ടീമാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ ഞാനും യൂനിസാറും കൂടിയാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് നമ്മളിത് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ അവർക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല. പക്ഷെ ഈ കൊച്ചിന്റെ കാലയില് നമ്മുടെ വാട്ടർ എനർജി പാഡ് കെട്ടിവെച്ചു കൊടുത്തു. വാട്ടർ എനർജി പാഡ് കെട്ടിവെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളവും നമ്മൾ ഇതുപോലെ ഒരു റിസ്റ്റ് ബാൻഡ് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ കെട്ടിവെച്ച് ഞങ്ങൾ അവരോട് സംസാരിച്ചു. കുറച്ചധികം നേരം സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോ, അപ്പൊ ഈ കുട്ടിയുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ 5 വയസ്സ് വരെയും അവരെന്തോ ഒരു ചികിത്സ ചെയ്തിരുന്നു. അത് 3 മാസം കൂടുമ്പോൾ ചെയ്യണം. 3 മാസം 6 മാസമായിട്ട് കൂടുമ്പോൾ ചെയ്യണം. അതിന് 1 ലക്ഷം രൂപയാണ് വരുന്ന എമൗണ്ട്. അത് അവര് ചെയ്തുകൊണ്ടിരുന്നു. ആ 5 വയസ്സ് വരെ 6 മാസം ഇവരിത് ചെയ്തപ്പോ ആ മോൻ നടക്കുമായിരുന്നു പയ്യൻ.
പക്ഷെ അത് കഴിഞ്ഞ് അവര് പറഞ്ഞത് ഉം, ഇനി ആ ചികിത്സ കൊണ്ട് കാര്യമില്ല, ഇനി അത് ചെയ്തിട്ട് കാര്യമില്ല, 5 വയസ്സ് വരെ ഈ ഇത് ആപ്റ്റ് ആവുള്ളൂ എന്നാ പറഞ്ഞിട്ടത്. അത് കഴിഞ്ഞ് അവര് നിർത്തി. മോൻ വീൽ ചെയറിലാണ്. ഇപ്പോ ആകെ മോൻ നല്ല വെയിറ്റ് ആണ്. ഞാൻ 5-ാം ക്ലാസ്സിൽ വെച്ച് ഇവിടെ എൻ്റെ അടുത്ത് വന്നതായിരുന്നു. ഇപ്പൊ 10 കഴിഞ്ഞ് 5 വർഷമായി. അപ്പോ നല്ല വെയിറ്റാ മോന്. ശരിക്കും പറഞ്ഞാൽ കാലൊന്നും അനങ്ങൂല. കാലൊക്കെ നല്ല ഉം, വണ്ണം വെച്ചിട്ട് കാലൊന്നും ഒട്ടും അനങ്ങൂല. കൈ കൈ മോൻ കുറച്ചൊക്കെ എടുക്കും, എങ്കിലും കാല് ഒട്ടും അനങ്ങില്ല. അപ്പൊ ഈ അച്ഛൻ രാത്രി ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മി കാല് പയ്യെ ഒന്നിങ്ങനെ പൊക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് അനക്കാനൊക്കെ ഒന്ന് നോക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോ ഈ അച്ഛൻ വന്നിട്ട് കുഴമ്പൊക്കെ ഇട്ട് തിരുമിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങള് ചെന്ന് ആദ്യം ഈ നമ്മുടെ റിസ്റ്റ് വാട്ടർ എനർജി പാഡ് കിട്ടണതിന് മുമ്പ് ഈ മോന്റെ കാലില് സാറാണെങ്കിലും ഈ സാറാണെങ്കിലും പിടിക്കുമ്പോ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഈ കാല് പൊക്കാൻ പറ്റണില്ല. ആഹ് ഒട്ടും അനക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വെച്ചേക്കുമ്പോ നമ്മളിത് കെട്ടി വെച്ചിട്ട് ഇരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ സംസാരിച്ചിരുന്നൊക്കെ കഴിഞ്ഞപ്പോ ഇവർക്കത് വലിയ ഇപ്പൊ തന്നെ എടുക്കണോന്നൊരു ഇതോ അങ്ങനെ ഒന്നും അവര് കാണിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു നമുക്ക് ഇതൊന്ന് അഴിച്ചു മാറ്റി നോക്കാം എന്ന് പറഞ്ഞു. ആ ഇതൊന്ന് അഴിച്ചു മാറ്റി നോക്കിയപ്പോ ഈ മോനോട് കാല് വേഗം തന്നെ യൂനിസാറും മറ്റേ അവരുടെ ഫാദറും അച്ഛനും കൂടിയിട്ട് കാലൊന്ന് പയ്യെ ഇങ്ങനെ പൊക്കി. ഇപ്പൊ പയ്യെ ഇങ്ങനെ ഒന്ന് പൊക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാല് ഒട്ടും ഇങ്ങനെ നല്ലോണം തിരുമിയിട്ടാണ് ഈ കാലൊന്ന് പൊക്കണതായിരുന്നു. പക്ഷെ അന്നേരം നമ്മുടെ ഈ ഇത് കെട്ടിക്കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവര് തന്നെ പിടിച്ചു നോക്കി ഇത്തിരി ഒന്ന് നല്ലോണം പൊക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് താഴെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ വീൽ ചെയറിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ കാല് വെക്കണ, അവിടെ ആയിട്ട് വെച്ചേക്കുക. വെച്ചിട്ട് ഇവര് കൈ മാറ്റി കഴിഞ്ഞപ്പോ മോനൊന്ന് കാല് പയ്യെ ഒന്ന് പൊക്കി നോക്കിയെന്ന് പറഞ്ഞു. ജസ്റ്റ് ആ കാല് ആ കൊച്ചിങ്ങനെ പൊക്കിയപ്പോ ഇത്രയും ആ കാല് പൊങ്ങി എന്നുള്ളതാ. നമ്മുടെ ആ കാലിങ്ങനെ ആ കൊച്ച് തന്നെ ഇങ്ങനെ കാല് പൊക്കിയപ്പോ ആ കാല് കുറച്ചിങ്ങനെ പൊങ്ങി. അപ്പൊ തന്നെ അവർക്ക് അപ്പൊ അവര് പറഞ്ഞു അയ്യോ ഒന്നും കൂടെ മോൻ കാല് വെക്കുമെന്ന് ചോദിച്ചപ്പോ ആ കൊച്ച് ഇത്രയും ഇങ്ങനെ. കാരണം നമ്മൾക്കത് അറിയാൻ പറ്റണ എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ശരിക്കും ഇങ്ങനെ കാലൊക്കെ പൊക്കി ഓടി നടക്കണ ആൾക്കാരായതുകൊണ്ട് നമുക്കതൊന്നും അതിന്റെ വ്യത്യാസം അറിയില്ല. പക്ഷെ ആ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോ അതിന്റെ പേരൻസ് അവര് കാണുന്നതാണ് ഈ കുട്ടിക്ക് ഒട്ടും കാലൊന്നും അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ കാണുന്നതാണ്. അപ്പൊ അവര് ആ കുട്ടി ഇങ്ങനെ കാലിങ്ങനെ പയ്യെ പൊക്കി കഴിഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. ആ അമ്മ ശരിക്കും പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി ഇപ്പൊ ടീച്ചർ ഞങ്ങളെ ഓർത്തല്ലോ എന്ന്. അപ്പൊ തന്നെ എനിക്കും ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം അങ്ങനെ ഒരു കുട്ടിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് അത് എത്തിച്ചത്. ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 3-4 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മള് ആ അമ്മയുടെ സന്തോഷം അത് കണ്ടപ്പോ ഞങ്ങക്ക് ഭയങ്കര അവര് ശരിക്കും കരയുമായിരുന്നു. അവര് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോ ഞങ്ങൾ ഇതിലേക്ക് ഞങ്ങളുടെ മോനെ ടീച്ചർ ഓർത്തല്ലോ എന്നൊരു സന്തോഷം അവര് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളവിടെ ഒരു ഫാമിലി പോലെയാണ്. നമ്മുടെ സുധി ചേട്ടൻ, പാട്ടുകാരൻ സുധി ചേട്ടനൊക്കെ വന്ന് എല്ലാവരും ഞങ്ങളുടെ ടീം കുറെ പേരും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അവര് നല്ലൊരു സ്വീകരണമാണ്. ഞാൻ ആ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്ന കാലത്ത് അവര് ഒന്ന് നമ്മളവിടെ കണ്ടാലൊക്കെ സ്നേഹമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഫാമിലിയിൽ ഒരു അംഗമാണ്. ഇന്നലെ ഞാനും യുനുസാറും കൂടെ ആ മോനെ കാണാൻ പോയിട്ടുണ്ടായി. ആ മോന്റെ സന്തോഷം കാണണം. ഞാൻ എപ്പോഴും റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കേണ്ട റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് റേഡിയേഷൻ ഇല്ല, ഞാൻ അതിലാണ് കിടക്കുന്നത്, വെള്ളം കുടിക്കുന്നു എല്ലാം. അവരുടെ ഒരു സന്തോഷം കാണണം. നമ്മൾ ആ ഫാമിലിയിലെ ഒരു അംഗമാണ്. അങ്ങനെയാണ് നമ്മളിപ്പോ പ്രൊഡക്റ്റ് കൊടുത്ത ഓരോ വീട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആ ഫാമിലിയിലെ അംഗമാണ്. ആ ഒരു സ്നേഹം അത് നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. വേറെ ഒരു ഇതിൽ നിന്നും നമുക്ക് കിട്ടില്ല. കാരണം വേറെ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നിലും ഞാൻ ചെന്ന് ചാടിയിട്ടില്ല കേട്ടോ.
കാരണം എന്റെ വില പോകുന്ന ഒരു കാര്യത്തിലും ഞാൻ പോയിട്ടില്ല. നമ്മളൊരു മരുന്ന് വാങ്ങിക്കാൻ ഇപ്പൊ എൻ്റെ അടുത്ത് കുറെ I+ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരാളോട് മേടിക്കാൻ പറയണമെങ്കിൽ എന്താ, മേടിക്കാൻ പറഞ്ഞ അവർക്ക് അതിന് ചിലപ്പോ ഒരു പ്രാവശ്യം മേടിക്കാൻ കാശുണ്ടാവും, 2 പ്രാവശ്യം മേടിക്കാൻ കാശുണ്ടാവും, 3 പ്രാവശ്യം മേടിക്കാൻ. അതിൽ കൂടുതൽ പിന്നെ പറയുമ്പോ അവർക്ക് ബുദ്ധിമുട്ടായി, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് വേണ്ടെന്ന് തന്നെ വെക്കും. അപ്പൊ അതിന്റെ വരുന്ന സൈഡ് എഫക്റ്റ് അവരത് മിക്ക പ്രൊഡക്റ്റും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അത് നിർത്തിക്കഴിഞ്ഞാൽ ആ റിസൾട്ട് മാറും, ആ റിസൾട്ട് പോകും. അപ്പോ പിന്നെ അവര് നമ്മളെ ഇങ്ങോട്ട് കുറ്റം പറയും. കാരണം നമ്മൾ കൊണ്ടുവന്ന സാധനം കൊള്ളൂലായിരുന്നു, മോശമായിരുന്നു എന്നൊരു അഭിപ്രായം അവർ പറയും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളുകൾ ചെല്ലും തോറും പോസിറ്റീവ്, ആദ്യമൊക്കെ പ്രത്യേകിച്ചൊരു ഇതും കിട്ടിയില്ല കേട്ടോ. ഞാൻ പറയും റിസൾട്ട് കിട്ടിയില്ല കേട്ടോ ടീച്ചറെ എന്ന് പറയുമ്പോൾ, വെയിറ്റ് ചെയ്യൂ, നമുക്ക് ഇനിയും റിസൾട്ട് കിട്ടും, വെയിറ്റ് ചെയ്യേ, നിങ്ങൾ ഉപയോഗിക്കണത് മാറ്റല്ല കേട്ടോ എന്നാണ് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഫോളോ അപ്പിന് പോകുമ്പോൾ പറഞ്ഞിട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോ അല്ലെങ്കിൽ അവരെ കാണുമ്പോ ഞാൻ പറയും ഇങ്ങനെ നിങ്ങളത് ഉപയോഗിക്കണത് നിർത്തല്ലേ, പക്ഷെ പോകെ 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 അവര് പറയും എനിക്കിപ്പൊ നടുവേദന മാറി, അല്ലെങ്കിൽ ഞാനിപ്പോ നല്ലൊരു നല്ലൊരു ആക്റ്റീവായി, അതുപോലെ ഇതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുത്തവർക്കാണെങ്കിലും നല്ലൊരു എനർജി ആയി, എന്റെ അത് മാറി, അലർജി മാറി, അങ്ങനെ പല കാര്യങ്ങളും അവര് പറയുമ്പോ നമ്മൾക്ക് ഈ റിസൾട്ടിന്റെ പോസിറ്റീവ് പോസിറ്റീവ് വഴിയേ വന്നുകൊണ്ടിരിക്കുള്ളൂ. അല്ലാതെ ഒരു കാലത്തും നമ്മൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും നെഗറ്റീവിലേക്ക് പോകില്ല. അത് നമ്മൾക്ക് കിട്ടിയ റിസൾട്ടിൽ നിന്ന് ഉറപ്പും നമ്മൾ കൊടുത്തവരിൽ നിന്നും ഉള്ള ഉറപ്പുമാണ്. അത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് ഇറങ്ങാനുള്ള കാര്യം ആണോ, അതുപോലെ തന്നെ ഇതിൽ മുന്നോട്ട് പോകാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഇതുപോലെ ഞാൻ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മള് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. കാരണം ഈ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികള് അവർക്കൊക്കെ നമ്മുടെ ഈ റിസ്റ്റ് ബാൻഡ് അല്ല വാട്ടർ എനർജി പാഡ് വെച്ച് കെട്ടിയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലൊരു ബെറ്റർ റിസൾട്ട് ആണ് കേട്ടോ അവർക്കൊക്കെ. അവര് പലരും ഇപ്പൊ എൻ്റെ ഒരു കുട്ടി ഞങ്ങള് ഫസ്റ്റ് ടൈമിൽ കൊടുത്തത്, അവര് ഹൈപ്പർ ആയിരുന്നു ആ കുട്ടി. ആ കുട്ടി ഇതുപോലെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈം ചെന്നിരിക്കുമ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇരിക്കുന്ന സമയവും കൊണ്ട് തന്നെ അത് ആ ഷെൽഫിലൊക്കെ കീറി നടക്കണുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഇവിടെ ഇരിക്കാതെ എന്ത് കണ്ടാലും അതിന്റെ മുകളിൽ കയറി ഒക്കെ നടന്നിരുന്നതാണ്. അപ്പൊ ആ കുട്ടി 4ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇനി അന്നേരം നോർമൽ സ്കൂളാണെങ്കിൽ കൂടി ഗവൺമെന്റ് സ്കൂളിൽ അവർ പഠിപ്പിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളെ ചിലവരെ ഒന്നും എടുക്കാൻ ഈ CBSE-ക്കാർ സമ്മതിക്കില്ല. അവർക്ക് അവരുടെ കുട്ടികളോടൊപ്പം ഇപ്പൊ നിയമമൊക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ ഒരു ടീച്ചർ ഉണ്ട്, അങ്ങനെ ചില ടീച്ചേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ക്ലാസ്സില് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ വീൽ ചെയർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ കുറെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു 10-40 കുട്ടികൾ ഇരിക്കുന്നതിൽ ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു കുട്ടി ഇരിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കിയായിരിക്കും ബാക്കിയുള്ള കുട്ടികൾ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോ അവര് ഈ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ CBSE-ക്കാരൊക്കെ കുറച്ച് ഇതായിരുന്നു കേട്ടോ. അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുവന്നാക്കിയേക്കണത് സാധാരണ ഒരു നോർമൽ സ്റ്റേറ്റ് സിലബസ് മലയാളം മീഡിയം സ്കൂളിലായിരുന്നു 4ാം ക്ലാസ്സിൽ. ഞങ്ങൾ ഇതൊക്കെ കൊടുത്ത് കുറച്ച് നാള് കഴിഞ്ഞപ്പോ 5th-ലേക്കായി. 5th-ലേക്കായപ്പോ ആ സ്കൂള് മാറ്റണം. ആ സ്കൂള് മാറ്റുന്ന ടൈമിൽ എന്നോട് വന്നിട്ട് ഇവര് ചോദിച്ചു, ടീച്ചറെ അവിടെ നിന്ന് ടീച്ചർ പറയുന്നത് ഇനി കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുവന്നാക്കാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. സ്പെഷ്യൽ സ്കൂളിൽ ഇത്രയും നാള് നോർമൽ സ്കൂളിൽ പോയ ഒരു കുട്ടിയെ കൊണ്ടുപോയി സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുവന്നാക്കേണ്ട കാര്യമില്ല. ഒന്നും കൂടി നിങ്ങൾ നോക്കൂ,
എങ്ങനെ നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കണില്ലേന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഉപയോഗിക്കണുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ CBSE ആക്കണമെന്നല്ലേ നിങ്ങൾക്ക്, വേറെ ഏതെങ്കിലും സ്കൂളിൽ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് അവര് കളമശ്ശേരി സെന്റ് ജോസഫില് ചെന്ന് ചോദിച്ച് ഇന്റർവ്യൂ എടുക്കാൻ ആ കുട്ടിയെ കൊണ്ട് ചെന്നപ്പോ ആ കുട്ടി കറക്റ്റ് ആയിട്ട് ഇരുന്ന് ആ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്ത്, അച്ഛന്റെ പേര് അമ്മയുടെ പേര് അതുപോലെ എന്തൊക്കെയാ പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുത്തു. അവർ ആ സെന്റ് ജോസഫിൽ ആ കുട്ടിയെ എടുത്തു. ആ കുട്ടി ഇനി ഇപ്പതേ സ്കൂളിലേക്ക് പോകാൻ പോകുന്നു. നല്ല ഒരു റിസൾട്ട് ആണത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചപ്പോ പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല, കുറേം കൂടി അറ്റൻഷൻ ഉണ്ട്. സ്ക്രൈബ് വെച്ചിട്ടാണ് അവർ എഴുതിക്കുന്നത് എങ്കിലും അറ്റൻഷൻ ഉണ്ട് കുട്ടിക്ക്, അതായിരിക്കും അവര് സെന്റ് ജോസഫിൽ എടുത്തത്. അപ്പൊ അത് കേട്ടപ്പോ എനിക്കും സന്തോഷമായി. കാര്യം ശരിയാണ്, അങ്ങനെ ഒരു ഇത് നമ്മളുടെ ആ വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ ആ റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ചിട്ടും കുട്ടി ആ ബെഡ് ഉപയോഗിച്ചിട്ടും കിട്ടിയത് കൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പൊ നമ്മള് ആർക്കെത്തിച്ചാലും ഇതിൽ നിന്ന് സന്തോഷകരമായ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അംഗൻവാടി ഒക്കെ ആശാ വർക്കർമാർ അംഗൻവാടിക്കാർക്ക് ഒക്കെ പലർക്കും അറിയാം, തുച്ഛമായ ശമ്പളമാണ് ഞങ്ങൾക്കൊക്കെ. ഒരു 12,000 13 രൂപ അത് കിട്ടുന്നതാണെങ്കിലോ 3 പ്രാവശ്യമായിട്ട്. അപ്പൊ ചിലപ്പോ ഒരു 7-ാം തീയതി 8-ാം തീയതി ആകുമ്പോ ഒരു ബില്ല് പാസ്സായി വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 10-ാം തീയതി ഇതുവരെയായിട്ടും ശമ്പളം ഞങ്ങൾക്ക് വന്നു തീർന്നിട്ടില്ല കേട്ടോ. വന്നു തീർന്നിട്ടില്ല എന്നല്ല, ജസ്റ്റ് ഒരു ബില്ല് മാത്രമേ പാസ്സായിട്ടുള്ളൂ. ഈ 1.5 മാസം നമ്മൾ പണിയെടുത്തിട്ടും ആ ശമ്പളം കിട്ടുന്നത് ആ ഒരു ടൈമിലൊക്കെയാണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇറങ്ങി ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം 4 ദിവസവും കൊണ്ട് ഞാൻ 15,000 രൂപയോളം ഉണ്ടാക്കി എന്നുള്ളതാണ്. നമ്മളുടെ 2 ഫാമിലി ബോണസ് വന്നപ്പോ എനിക്ക് അത്രയും പൈസ കിട്ടി. അതെന്റെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു മാസം പണിയെടുത്താൽ എനിക്ക് കിട്ടണ ഈ 13,000 ഒരു മാസം എന്നുള്ളതല്ല, 1.5 മാസം പണിയെടുത്ത് കഴിയുമ്പോഴാണ് എനിക്ക് ഈ കാശ് കിട്ടുന്നത്. അതെനിക്ക് കിട്ടിയത് 4 ദിവസവും കൊണ്ടാണ്. അപ്പൊ ഇന്ന് എനിക്കൊരു ധൈര്യമുണ്ട്. എനിക്ക് ഒരു അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ എന്നോടൊപ്പം നിൽക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള വരുമാനം ഉണ്ടാക്കാം. ആരുടെ അടുത്ത് നമ്മള് അന്വേഷിച്ചു പോകണ്ട. എനിക്ക് ഇത് ഒരു 20-ാം തീയതി ചിട്ടിക്കാശ് കൊടുക്കണമെങ്കിൽ ഞാൻ ഒരു 10-ാം തീയതി ആകുമ്പോഴേ ഓർക്കും എനിക്ക് ഒരു ഫാമിലി ബോണസ് അടിക്കണം, അല്ലെങ്കിൽ 2 ഫാമിലി ബോണസ് അടിക്കണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ട് ആ ഒരു തീരുമാനത്തോടു കൂടി 3-4 ദിവസം ഇറങ്ങി കഴിയുമ്പോൾ 2 ഫാമിലി ബോണസ് ഒപ്പിക്കുക. അതാണ് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ആർക്കും ഒരു 10 പേരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 2 പേരെങ്കിലും എടുക്കാതിരിക്കില്ല. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞാട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഇതായിരുന്നു. കാരണം നമ്മുടെ ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ, നമ്മൾക്ക് ചെല്ലുമ്പോ തന്നെ വേഗം കിട്ടും വേഗം കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു കോണ്ടാക്റ്റിൽ വെച്ചിട്ട് അന്ന് എനിക്ക് 10-ൽ നിന്ന് ഒരു 6-7 സെയിൽ വരെയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടൈമില് 2-4 ഇപ്പൊ ഈ സൺഡേയും ഇതും കൊണ്ട് തന്നെ ഒരു ഫാമിലി ബോണസ് അത്രയും എത്തിക്കാനുള്ള ഒരു ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സെയില് കഴിഞ്ഞു. ഈ 2 സെയിലും കൂടി ശനിയാഴ്ച ഞായറാഴ്ച ആവുമ്പോഴേക്കും ആവും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് അറിയാം നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാം. നമുക്ക് ആരോട് ചോദിക്കണ്ട. നമ്മൾക്ക് ഒരാവശ്യം. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മോളുടെ ക്ലാസ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. നല്ല മാർക്കോടുകൂടി തന്നെ ആള് പാസ്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ആദ്യമൊക്കെ മോൾക്ക് ഫീസ് കൊടുക്കണോണ്ട് അവര് സെം ഫീസ് അടച്ചാണ് പഠിച്ചത്. BSc കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് സെം ഫീസ് ആണ് 20 രൂപ 21 രൂപയാണ് അവൾക്ക് സെം ഫീസ് വരുന്നത്. ആ ഒരു 6 മാസം കൂടുമ്പോ വരാറാവുമ്പോ ഞാൻ നോക്കും, സെം ഫീസ് ആവാറായിട്ടുണ്ട്, എവിടെ നിന്നാ ലോൺ എടുക്കാൻ പറ്റണേ. കാരണം നമ്മൾക്ക് അത്രയും പൈസ ചിലപ്പോ മാറ്റി വെക്കാൻ ഉണ്ടാവില്ല, നമ്മൾ കൂട്ടി വെക്കാൻ ഉണ്ടാവില്ല. സെം ഫീസ് ആവാറായിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും എന്ന് ഏത് കുടുംബശ്രീയിൽ നിന്ന് എവിടെന്നെങ്കിലും ലോൺ എടുക്കാം എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ നേരത്തെ ചോദിച്ചു വെക്കും.
പക്ഷെ ഈ ഒരു 2 പ്രാവശ്യം ഞാൻ ഇറങ്ങിയിട്ട് എത്രയും ആയുള്ളൂ, ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ആ ഫീസ് അടക്കേണ്ട ടൈം വന്നപ്പോഴത്തേക്കും എന്റെ കയ്യിൽ, ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ വരുമാനം 15,000 രൂപ, ആ ഒരു കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ബാക്കിയുള്ള പൈസയെ എന്റെ ഹസ്ബൻഡിനെ അന്വേഷിക്കേണ്ട വന്നോളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീസും അടച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ആ ഒരു ടൈം ആവുന്നതിന് മുമ്പ് തന്നെ നോക്കി വെച്ചു, ഓ മോൾക്ക് ഫീസ് കൊടുക്കേണ്ട ടൈം ആവും, അതിനു മുമ്പ് നമ്മൾ ആ ഒരു സെയിലൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ റെഡിയാക്കി വെക്കാം. അപ്പൊ ആ പണ്ട് ഞാൻ ആലോചിച്ച ലോൺ എടുക്കണം എന്നുള്ള ആലോചനയിൽ നിന്ന് മാറി, ഞാൻ പണിയെടുത്ത് എനിക്ക് പണി ചെയ്താൽ കാശ് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് പണിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തില് ഇപ്പോൾ നമ്മൾ പോകുന്നു. അങ്ങനെ എന്റെ മോളുടെ കോഴ്സ് കഴിഞ്ഞു. ഇപ്പം മക്കളെയൊക്കെ പഠിപ്പിച്ച് സ്വസ്ഥമായി. ഇനി അവരൊക്കെ തുടരെ എന്തെങ്കിലും പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോ അങ്ങനെ നമ്മള് വീട്ടമ്മമാരാണ്, ലേഡീസ് ആണ്, ഞങ്ങൾക്ക് ആ ജോലിയുണ്ട്, ഈ ജോലിയുണ്ട്, എനിക്ക് ആ ജോലി കഴിഞ്ഞ് വന്ന, ശരിക്കും ഞാനിപ്പോ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിന്റെ നമ്മളുടെ ഈ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ടൈം നമുക്ക് ഉണ്ട്. നമ്മളത് എല്ലാവർക്കും കിട്ടുന്ന 24 മണിക്കൂർ നമ്മള് അയ്യോ എനിക്ക് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞു പോയ സമയമില്ല. സമയമുണ്ട്, നമുക്ക് എല്ലാവർക്കും സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കി എടുക്കണം, ആ സമയം ഒന്ന് നമുക്ക് നീട്ടിയെടുക്കണം എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മള് അറ്റൻഡ് ചെയ്യുന്ന സൂം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ, ഞാൻ നോക്കിയിട്ട് കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് ഈ സൂം മീറ്റിംഗ് രാവിലത്തെ അറ്റൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഹലോ, സോറി കേട്ടോ. അതെ, എനിക്ക് ഭയങ്കര ചുമയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ MC ആയിട്ട് വന്നപ്പോ പറഞ്ഞതാ, പക്ഷെ ഞാൻ മരുന്ന് കുടിക്കില്ല, ഇപ്പൊ കുറഞ്ഞിട്ടില്ലേ. നമ്മുടെ പില്ലോ പാഡ് നെഞ്ചത്ത് വെച്ചിട്ടാ കിടക്കുന്നത് രാത്രി. അത് നമുക്ക് രാജസാറ് പറഞ്ഞു തന്നതാ. അപ്പൊ ഈ നമ്മൾ സ്ഥിരമായിട്ട് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഇതിൽ നിന്ന് നമ്മള് കുറെ കാര്യങ്ങളും നമ്മൾ കേട്ടത് തന്നെ കേൾക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതും കേട്ടത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ടാകും. എല്ലാ മീറ്റിങ്ങുകളിൽ നിന്നും ഏത് ലീഡർമാർ പറയുന്നതാണെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒരു കാര്യമെങ്കിലും നമുക്ക് കിട്ടും. അത് നമ്മളുടെ വിജയത്തിന് വേണ്ടി നമുക്കുള്ളതാണ്. അതുപോലെ നമ്മളുടെ NDOPകളിൽ നിന്നും അല്ലെങ്കിൽ BOPകളിൽ നിന്നും എല്ലാം കിട്ടുന്നതും, നമ്മൾക്ക് എല്ലാ ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതും നമ്മൾക്ക് ഈ ഒരു അറിവുകളാണ്. ഈ പലരും പറയുന്നത് എനിക്ക് 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള നേരമില്ല, അടുക്കളയിൽ പണിയുണ്ട്. ശരി, അടുക്കളയിൽ എല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷെ നമ്മൾ അതൊന്ന് ഓണാക്കി വെച്ച്, ഞാനിപ്പോ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ഹെഡ്സെറ്റ് മേടിച്ചു വെച്ചാൽ മതി. ആ ഹെഡ്സെറ്റിന് കൊടുക്കുന്ന പൈസ കൊടുത്ത് ഒരു ഹെഡ്സെറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹെഡ്സെറ്റ്, ഞാൻ ഒറ്റ മീറ്റിങ്ങിലും വീഡിയോ ഓൺ ആക്കാറില്ല. കാരണം നമ്മൾ ആ ഹെഡ്സെറ്റ് വെച്ചിട്ട് അടുക്കളയിലെ പണി മുഴുവൻ എടുക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഓരോ ലീഡർ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇവര് പറയുന്ന എല്ലാവരും പറയുന്ന 1 മണിക്കൂറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന 1-2 പോയിന്റുകൾ മതി നമ്മുടെ വിജയത്തിന്. അത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഈ സൂം മീറ്റിംഗ് ഭയങ്കരമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന BOP NDOP, കഴിഞ്ഞ NDOPക്ക് ഞാൻ ഇന്നലെ റിസൾട്ട് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞ കാര്യം അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട്. കാരണം ഞാനത് ഓരോ സ്ഥലത്തും നമ്മള് ചെല്ലുമ്പോ ഡെമോ കാണിക്കാൻ ഞങ്ങൾ ലേഡീസ് ആയതുകൊണ്ടായിരിക്കും കുറച്ചൊക്കെ അവരോട് നമ്മൾ നേരെ നിൽക്ക്, കൈ വളക്കല്ലേ എന്നൊക്കെ പറഞ്ഞാലും അവരൊന്ന് കൈ ചുരുക്കും, നേരെ നിൽക്കും. എന്നാലും നമ്മൾക്ക് അത്രയും അങ്ങോട്ട് ചിലപ്പോ അത്രയും അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നും. പക്ഷെ കഴിഞ്ഞ ദിവസം ജോയ് പീറ്റർ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടത്,
ആ അതിൽ നിന്ന് കേട്ട ഡെമോ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ വിടിയിക്കണത് ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. അന്ന് ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്ന് മക്കളെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കി. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞാൻ പോയപ്പോഴാണെങ്കിലും ആ ഒരു ഡെമോ നമ്മൾ ലേഡീസിനൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും അത് കൊടുക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. നമുക്ക് അത് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ ഇന്നലെ ഞങ്ങൾ പോയത് ആള് കിടപ്പാണെന്ന് പറഞ്ഞാൽ കാല് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കിടപ്പായതുകൊണ്ട് നമ്മൾക്ക് ഡെമോ കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ എഴുന്നേറ്റ് വെക്കാൻ പറഞ്ഞ ആൾക്ക് എഴുന്നേറ്റ് പക്ഷെ ആ കിടന്ന കിടപ്പില് ഈ ഡെമോ കൊടുത്തപ്പോ അവർക്ക് എന്തോരം വിശ്വാസം വരുന്നത്. പക്ഷെ അപ്പൊ ഒരു ഇതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോ ആണിത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം NDOP-ക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് അറിയാൻ പറ്റില്ല. ഇത് ഞാൻ അറിയില്ല. ആരൊക്കെ പറഞ്ഞു തന്നാലും ചിലപ്പോ ഇത് ഇത്ര ആപ്റ്റ ഞാനത് അത്ര ശ്രദ്ധിക്കില്ല. പക്ഷെ അവിടെ വെച്ച് കണ്ടത് കൊണ്ട് ഞാൻ ഇത് ഇവിടെ ചെയ്ത് കാണിച്ചപ്പോ ശരിയാ എത്ര എളുപ്പം നമുക്കിത്. അത് നമ്മളുടെ ഓരോ ലീഡേഴ്സിനും പല കാര്യങ്ങളും അറിയാം. കഴിഞ്ഞ മീറ്റിംഗിൽ സജീവൻ സാറ് നമ്മൾ നേരെ നിന്നാൽ എന്തുകൊണ്ടാണ് നമ്മള് മറിഞ്ഞു വീഴുന്നത്, ഭൂമിയുടെ ആ ആകൃതി അത് അധികം ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾക്കൊരു ലീഡറിന്റെ കയ്യിൽ നിന്ന് കിട്ടുവാണ് ആ ഒരു അറിവ്. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ചെറിയ 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 അറിവുകളായിരിക്കാം നമ്മളെ വലിയൊരു വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ എന്നും വിജയിക്കാനുള്ളവരാണ് നമ്മൾ ഈ ഒരു ഇതിൽ നിന്നിട്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം റിസൾട്ട് പറഞ്ഞപ്പോഴേ റിസൾട്ട് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കാൻ പറ്റുള്ളൂ. അത് എന്റെ റിസൾട്ട് നീണ്ടു പോയി ചേച്ചി, ഒരു 10-15 മിനിറ്റ് ഉണ്ടായി എന്ന് തോന്നുന്നു. അന്ന് ഞാൻ വിചാരിച്ചതാ ഇന്നിപ്പൊ ഞാൻ നമ്മുടെ സാറിനോട് പറഞ്ഞു ചിലപ്പോ എനിക്ക് അധികം പറയാനൊന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോ നിന്നൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് തീരുന്നില്ല, കാരണം എനിക്ക് കുറെ കാര്യങ്ങളും കൂടെ പറയാനുണ്ടായി. നമ്മള് അച്ചീവ് ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മളുടെ ഓരോ ട്രിപ്പുകളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം ഞങ്ങള് സേവ്യർ സാറിന്റെ പരിപാടിക്ക് പോയത് പോലും, ഹൗസ് വാമിങ്ങിന് പോയത് പോലും അടിച്ചു പൊളിച്ച് ടൂർ പോകും പോലെയാ. വണ്ടിയൊക്കെ എടുത്ത് ഒന്ന് ബീച്ചിലൊക്കെ പോയി. കാരണം ആ ഒരു മൈൻഡാണ് നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, കൊണ്ടുപോകണം എന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. നമ്മൾക്ക് ഒരുപാട് അച്ചീവ്മെന്റുകൾ ഇനി എടുക്കാനുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും കുറെ യാത്രകൾ ചെയ്യാനുണ്ട്. എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ പ്ലെയിനിൽ കയറണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ഈ ബയോട്ടോറിയം. നമ്മൾക്ക് എല്ലാവർക്കും അതിന് നിന്ന് സന്തോഷത്തോടു കൂടി പോകാൻ പറ്റും. ഇതിനായിട്ട് നമ്മളെ സഹായിക്കാൻ നമ്മളെ ലീഡേഴ്സ് ഒപ്പമുണ്ട്. ഡാൻസ് സാറാണെങ്കിലും ഡാൻസ് സാറിനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അവര് നമ്മളെ ഒരു കൂടെ ഒരു സഹോദരിയെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സാറുമാരെല്ലാവരും. അഭിലാഷ് സാറ്, സുചേട്ടൻ അങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മള് കാണുന്ന എല്ലാവരും. പിന്നെ എന്റെ കൂടെയുള്ള ഗീതേച്ചി ശരിക്കും പറഞ്ഞാ ഇപ്പോ എനിക്ക് എന്റെ ചേച്ചിയോടുള്ളതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ഗീതേച്ചിനോടാ. ഇടയ്ക്ക് കാണാതാവുമ്പോ ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഞങ്ങൾ NDOP BOP-ക്കൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര സപ്പോർട്ടാ നമുക്ക്. നമ്മളെ ഒരു സ്നേഹത്തോടു കൂടി ഒരു ചേച്ചി കൊണ്ടു നടക്കണ പോലെ, അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും, അമ്മ കൊണ്ടു നടക്കുന്ന പോലെ നടക്കാനും ഒക്കെ. അതുപോലെ സരിത മാഡം ആണെങ്കിലും നമ്മൾക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നാലും നമ്മൾ ചോദിച്ചാല് അപ്പൊ തന്നെ അതിന്റെ കാര്യം എന്ത്, നമ്മൾക്ക് എന്ത് ആവശ്യം, ഒരു ഡെമോയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് സംശയം വന്നാലും ചോദിക്കാനും എല്ലാം ഉള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ നമ്മളോടൊപ്പമുണ്ട് ഇവര്. നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും ഇപ്പോ ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ IBGയുടെ ക്യാപ്റ്റൻ യൂനുസാറ് പകർന്നു തന്ന ആവേശമാണ് ഞങ്ങളിൽ എല്ലാവരും ഉള്ളത്. ആ ഒരു ഇതാണ് എന്റെ കൂടെ വന്നേക്കുന്നവർക്കും. ഇപ്പൊ ജോയലാണെങ്കിലും ബുഷ്രയാണെങ്കിലും സുബൈറാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ ഒരു ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി IBG ടീം പോകുന്നത്.
ഞങ്ങള് കഴിഞ്ഞ ദിവസം NDAP പറഞ്ഞ പോലെ ഞങ്ങളെല്ലാ അച്ചീവ്മെന്റുകളും ഞങ്ങൾ എടുക്കും. അതുപോലെ ഞങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും അതില് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതില് നല്ല രീതിയിൽ വിജയിച്ച് നല്ലൊരു ഇതിലേക്ക് പോകും. അങ്ങനെ പോകാൻ സർവേശ്വരൻ നമുക്ക് എന്നും ഒരു അനുഗ്രഹം തരട്ടെ. ഇതുപോലെ എന്നും എല്ലാവരെയും കണ്ടുകൊണ്ട് രാവിലെ കണ്ണു തുറന്ന് ഒരു സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന മുഖങ്ങളാണ് എല്ലാവരുടെയും. ആ ഒരു സന്തോഷത്തോടു കൂടി പോകാനും ഇനിയും ഓരോ സ്ഥലത്ത് വെച്ചും നമ്മൾക്ക് കണ്ടുമുട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു ഫാമിലി ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും നമ്മുടെ ഗ്രേറ്റ് ലീഡർ സാഗർ ജോഷി സാറും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന മനോജ് സാറാണെങ്കിലും എല്ലാവരും നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരട്ടെ. ഇനിയും ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ നമുക്ക് എന്നും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനിത് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ സിന്ധു ടീച്ചർ ഒരു ഹൗസ് വൈഫായിട്ട് പോലും ഇത്രയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മ ടീച്ചറിന് ഇത്ര നേരത്തെ ക്ലാസ് നന്ദി പറയുന്നു. അടുത്തായി നമ്മുടെ എല്ലാമായ ചിരിയുടെ രാജാവായ യൂനിസിക്കനെ സ്വാഗതം ചെയ്യുന്നു. യെസ്, ഗുഡ് മോർണിംഗ് ഓൾ. വളരെയേറെ സന്തോഷ നിമിഷത്തിലാണ് ഞാനുള്ളത്. കാരണം ഒരു എന്താ പറയാ, ഞാൻ പൊതുവെ പറയുന്ന അല്ലെങ്കിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പേന പോലും വിൽക്കാൻ അറിയില്ലാത്ത സിന്ധു ടീച്ചർ. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അംഗൻവാടി എന്നൊരു സംഭവത്തെ ഞാൻ ആദ്യ സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞത്, എനിക്ക് ആ സമയം ഉണ്ടാവില്ല, അംഗൻവാടി തന്നെ എന്തോ ഒരു റെക്കോർഡ്, അത് ഇത് അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു, ആ പേപ്പർ ഈ പേപ്പർ, മീറ്റിംഗ്, തലയ്ക്ക് സൂര്യല്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങള്, മക്കളുടെ പഠിത്തം, ഭർത്താവിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ തലയിലേറ്റി ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരാള് പ്രൊഡക്റ്റ് മേടിച്ചു, പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അതിലൂടെ റിസൾട്ട് കിട്ടി. റിസൾട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ സമയമുണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട, ഇങ്ങോട്ട് സമയം ഉണ്ടാക്കിയപ്പോ ടീച്ചർ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, സമയം ഉണ്ടാക്കണമെന്ന് ആര് തീരുമാനിക്കുന്നോ അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രിയാത്മകമായ രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതിന് നമുക്ക് ഒരു മനുഷ്യൻ ചെയ്ത് കാണിച്ചതെന്തോ അത് രണ്ടാമത് മറ്റൊരു വ്യക്തിക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പൊ അതിന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം MC വളരെ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തു. അശ്വതി മോള് ഇന്ന് മിനിഞ്ഞാന്നാണ് ഞാൻ വിളിച്ച് പറയുന്നത്, പ്രൊഡക്റ്റിൽ ഭയങ്കര റിസൾട്ട് ഉള്ള കുട്ടിയാണ് അത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും അടുത്ത ദിവസം മീറ്റിങ്ങിന് സിന്ധു ടീച്ചർ ആയിരിക്കും, അപ്പോഴേ സിന്ധു ടീച്ചറിനെ ഇൻവൈറ്റ് ചെയ്തോളണം, വളരെ കൃത്യമായിട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ ഏറ്റവും പറഞ്ഞ് അത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും കൈകാര്യം ചെയ്തു. വരുന്ന ആളുകളിൽ നമ്മുടെ കൂടെ നമ്മുടെ യാത്രയിൽ ബിസിനസ്സിൽ തന്നെ ഉണ്ടാകും. ആള് നല്ലൊരു ബിസിനസ്സുകാരി തന്നെയാണ്. അതിനോടൊപ്പം ഇതും മുന്നോട്ട് കൊണ്ടുപോകും. ടീച്ചറാണെങ്കിലും ഇന്നലെ സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ കേസാണ്, എനിക്ക് അറിയില്ല എത്രത്തോളം ഇത് സംസാരിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ടീച്ചർ സംസാരിച്ച് തീർന്നിട്ടില്ല, ഒരു 3 മണിക്കൂറെങ്കിലും ടീച്ചർ സംസാരിക്കാൻ വേണ്ടി വരും. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞത്, ടീച്ചർ തുടങ്ങി വെച്ചോ, സംഗതി വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഇത്രയും നേരം കൃത്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിലൊക്കെ നമുക്ക് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ഇവിടെയാണ്. കാരണം ഒന്നും കഴിയില്ല, ചെയ്യാൻ പറ്റില്ല, സമയമില്ല എന്ന് പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നവരില് ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ അവരല്ലാത്ത ഒരാളായി മാറുന്നു എന്നുള്ളതാണ് വളരെയേറെ സന്തോഷം. അപ്പൊ അതിനോടൊപ്പം ടീച്ചർ പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, അതിനെല്ലാം കാരണം ഡോക്ടർ സാഗർ ജോഷി സാറും അദ്ദേഹം നമുക്ക് തന്ന ഈ മാഗ്നറ്റ് തെറാപ്പിയുടെ പ്രൊഡക്റ്റുമാണ് ഇതിനെല്ലാം കാരണം. ഏത് വീട്ടിലും കയറി ചെല്ലാനും അവരോട് സംസാരിക്കാനും ഇതിലൂടെ നമുക്കൊരു വരുമാനം കണ്ടെത്താൻ എല്ലാത്തിനും കാരണം ഡോക്ടർ സാഗർ ജോഷി സാറാണ്. അതോടൊപ്പം അദ്ദേഹം തന്ന ഈ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ അത്ര ദൈവാനുഗ്രഹമുള്ള ഒന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഇതെന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് മാക്സിമം ജനങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ല വരുമാനം എടുക്കാൻ സാധിക്കണം. നല്ലൊരു കേപ്പബിളായ ഒരു വ്യക്തിയായി മാറാൻ സാധിക്കും. നാട്ടിൽപ്പെടുന്ന ഇന്നിപ്പോ നമ്മളെല്ലാവരും സത്യത്തിൽ പൈസ കണ്ടെത്തുക, ലോൺ അടയ്ക്കുക, കുടിശ്ശിക തീർക്കുക, അതിന്റെ പുറകെ എന്നിട്ട്
കുടിശ്ശിക നമ്മൾ തീരുക എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു മകന തെറാപ്പിയെ നെഞ്ചിലേറ്റി നമ്മ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മാക്സിമം ജനങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ട് ആഴ്ചയിൽ മാക്സിമം ഒരു 2-3 ഫാമിലി ബോണസെങ്കിലും മേടിക്കുന്ന വ്യക്തികളായി നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. എല്ലാവരും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് നമ്മുടെ ലൈഫ് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ എറണാകുളം BOP നടക്കുന്നുണ്ട്. എല്ലാവരും കഴിയുന്ന എല്ലാവരും അതിലേക്ക് എത്തിപ്പെടണം. ഓരോ പ്രോഗ്രാമുകളാണ് നമ്മളെ ഇതേ രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാകുന്നത്. അങ്ങനെ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട്, അത് ഫോണിലായിക്കോട്ടെ അതല്ല ഫിസിക്കലി ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്ത് നമ്മൾ നല്ലൊരു അവയർനെസ് എടുത്തുകൊണ്ട് നമ്മുടെ യാത്രയ്ക്ക് വേണ്ട എല്ലാ ഊർജവും നമ്മൾ എടുത്തുകൊണ്ട് ഒരു ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് അലീക്ക അസ്സലാമു അലൈക്കും കുറെ നാളെ കഴിഞ്ഞ ദിവസം ഒന്ന് ജസ്റ്റ് കണ്ടിരുന്നു. അപ്പൊ ജസ്റ്റ് കണ്ടപ്പോൾ സലാം പറഞ്ഞാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ രീതിയിലും സുഖല്ലേ? ഓക്കെ. എന്നത്തേക്ക് തിരിക്കുന്നു? എല്ലാവർക്കും എന്നത്തേക്ക് വരിക? ഓക്കെ. നിങ്ങൾ അവിടെ ആണെങ്കിലും ശരീരം മാത്രമേ അവിടെ ഉള്ളൂ, മനസ്സ് ഇവിടെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും പാവങ്ങളും നേരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ചിരിക്കുന്ന മുഖവുമായി എല്ലാ ദിവസവും മുന്നോട്ട് സഞ്ചരിക്കുക. അതിലൂടെ സെലിമിക്ക പറഞ്ഞ പോലെ വളരെയധികം ദീർഘായുസ്, ആരോഗ്യത്തോടുള്ള ദീർഘായുസ് എല്ലാവർക്കും കിട്ടണം. അതിനോടൊപ്പം നമുക്ക് നല്ല വരുമാനവും നേടിയെടുക്കാൻ സാധിക്കണം. അതിന് പറ്റിയ ഒരേ ഒരു സാധനം ഇന്ന് ബയോട്ടോറിയം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും അതിനെ നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയുമെന്ന് നമ്മൾ സ്വയം ഒന്ന് തീരുമാനിക്കുക. നമ്മൾ ഈ ബയോട്ടോറിയത്തിലൂടെ ഒരു ലെജൻഡറി ആയി മാറണം എന്ന് 100% ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നെഞ്ചത്തി കൈവച്ച് പറയാൻ എല്ലാവർക്കും സാധിക്കില്ല എന്നുള്ളത്. കാരണം ഉറപ്പാണ് നീ ജയിക്കുവോ എന്ന് വെച്ചാൽ അയ്യോ ജയിക്കുവോ എന്നൊരു സംശയം വരാൻ സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ അവിടെയല്ല, ഞാൻ ജയിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചം നമ്മുടെ കൂട്ടിനുണ്ടാകും എന്നുള്ളതാണ്. വഴികൾ എത്ര ദുർഘടമാണെങ്കിലും ആ വഴികളെ എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് നല്ലൊരു വഴി വെട്ടി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷെ അതിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം വഴി. നമ്മുടെ യാത്രയിലേക്ക് വേണ്ട ഒരു ആയുധങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു സാമഗ്രികളും നമ്മുടെ കയ്യിലില്ല എങ്കിലും യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ ഓപ്പൺ ആകും. അതിനുവേണ്ടി എനിക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച മൈൻഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉള്ളത്. അവിടെ ഒരു പ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അറിവിന്റെ ഒരു ഇതൊന്നും അവിടെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ വലിയ സംഭവമൊന്നും അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് വിജയിച്ചേ പറ്റൂ, എന്റെ കൂടെ ഉള്ളവരെ വിജയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളൊരു ത്വര മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഡേ ബൈ ഡേ ഓരോരുത്തരും ഇമ്പ്രൂവ്മെന്റും എന്നെ വളരെ സന്തോഷം നൽകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളും നമ്മുടെ കൂടെയുള്ള പലരും കയറി നിന്ന് ഇതേ രീതിയിൽ മണിക്കൂറുകൾ തകർക്കുന്ന രീതിയിലോട്ട് ആക്കാൻ സാധിച്ചിട്ടുണ്ട്, ആകുന്നുണ്ട്. വരുന്ന ആളുകൾ, അനേകം ആളുകൾ അതേ രീതിയിൽ വരും. എല്ലാവർക്കും അങ്ങനെ വരാൻ സാധിക്കണം. അതിലൂടെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കണം. എല്ലാവരും വിജയിക്കുന്ന പട്ടികയിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഈ ബയോട്ടോറിയം.